നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ പപ്പി? പപ്പി വന്നത് ഈ ഫോൺ എടുക്കാനാണോ? ഈ ഫോൺ മോളല്ലാതെ വേറെ ആരാ ഉപയോഗിക്കുന്നേ? അങ്ങനെ ഇടന്ന് വിളിക്കടി. വിളിച്ച് വിളിച്ച് വിഷമിക്കുമ്പോ ഞാൻ പ്രത്യക്ഷപ്പെടും. സത്യഭാമയ്ക്കൊരു വരം കൊടുക്കാൻ. ആ വരവാ നിന്റെയൊക്കെ തലവര. ആകാശ കൊട്ടാരത്തിൽ നിന്നും നിന്നെയൊക്കെ തള്ളിയിടുന്ന തലവര. മാഡം ഫോൺ അടിക്കുന്നു. അതങ്ങ് അടിക്കട്ടോ, നിർത്താതെ അടിക്കട്ടെ. അതിന്റെ ഒരു സുഖത്തിലാ ഞാൻ ഇപ്പൊ യാത്ര ചെയ്യുന്നേ. ഇത് എനിക്ക് വെറും ഒരു ഫോൺ കോൾ അല്ല, ആനന്ദ. മനസ്സ് നിറയ്ക്കുന്ന ആനന്ദം. ഇവളെടുക്കുന്നില്ലല്ലോ. ഞാൻ എടുക്കില്ല ശാലിനി. നീ എത്ര വിളിച്ചാലും ഞാൻ എടുക്കില്ല. നീ ഇപ്പൊ കരയിലെടുത്തിട്ട മീനിനെ പോലെ പിടയ്ക്കുകയാണെന്ന് എനിക്കറിയാം. ഞാനത് ഇവിടെ ഇരുന്ന് മനസ്സിൽ കാണാ. ഞാൻ ഈ ഫോൺ എടുക്കാതിരിക്കുന്ന ഓരോ നിമിഷവും നിന്റെ ചങ്കിടിപ്പ് കൂടുകയേ ഉള്ളൂ. അതിനിയും കൂടണം. കൂടിക്കൂടി ചങ്കിന്റെ പ്രവർത്തനം നിലച്ചാ ഞാൻ ഡബിൾ ഹാപ്പി. അവളെടുക്കുന്നില്ലല്ലോ. അവളിപ്പോ രണ്ടും കൽപ്പിച്ചുള്ള വരവാ. എന്തൊക്കെയോ അവള് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവള് ഫോൺ എടുത്തേനെ. എന്തായിരിക്കും അവളുടെ ലക്ഷ്യം? പപ്പയുടെ സത്യങ്ങൾ അറിയിക്കുന്നതിലൂടെ വലിയൊരു ഭൂകമ്പം തന്നെ അവളിവിടെ സൃഷ്ടിക്കും. പിന്നെ ഈ കാണുന്ന സത്യഭാമയായിരിക്കില്ല ഇവിടെ കാണുന്നത്. ശ്യാമയെ അടിച്ച് പുറത്താക്കാം, എന്നെ അടിച്ച് പുറത്താക്കാം. സത്യങ്ങൾ മറച്ചു വെക്കാൻ കൂട്ടുനിന്നതിന് അമ്മയും ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നേക്കാം. പപ്പയും സത്യയും അവരുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. എല്ലാം ഒരു നിമിഷം കൊണ്ട് തകിടം മറിയും. എന്റെ കുട്ടികൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതിനവളെ തടഞ്ഞു നോക്കും. കണ്ണിച്ചോരിയില്ലാത്തവളാ സുസ്മിത. എന്തും ചെയ്യാൻ കഴിവുള്ളവൾ. അവളെപ്പോലുള്ളൊരു ശത്രുവിനെ ഒതുക്കുന്നതിന് അവളെക്കാൾ തന്ത്രങ്ങൾ നമ്മളും പഠിക്കണം. ഇവിടെ ഇപ്പോ അവളെ തടയുക എന്നത് മാത്രമാ ആകെയുള്ളൊരു പോംവഴി. മോളെ ശാലിനി. ആ അമ്മേ, ദാ വരുന്നു. ഓ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നു. എന്താ സത്യേ? എന്റെ അച്ഛന്റെ കാര്യം. ഇത്രയും നേരം വിളിച്ചില്ലല്ലോ. സത്യയുടെ അച്ഛൻ ഇപ്പൊ വലിയ തിരക്കിലായിരിക്കും. അതെങ്ങനെ പപ്പിക്കറിയാം? അതിന് എന്റെ അച്ഛനായി പപ്പി സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അറിയാൻ തിരക്കാന്ന്? അതിപ്പോ നമുക്ക് ഊഹിക്കാലോ. ആണോ? എന്നാ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇതിപ്പോ എവിടെയൊന്ന് ഒളിപ്പിച്ച് വെക്ക? ആ, ഇവിടെ ഇരിക്കട്ടെ. ഭാഗ്യം ഫോൺ കയ്യിലെടുക്കാത്തത്. ഓ, ഇപ്പൊ എല്ലാ പ്ലാനും പൊളിഞ്ഞാനെ.
പക്ഷെ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ സത്യേ, ജോലി തിരക്കായിരിക്കും. ഇത് പപ്പിയുടെ ഫോണാണല്ലോ. ആരോ വിളിക്കുന്നുണ്ടല്ലോ. ആരായിരിക്കും? ഇത് സത്യമാണല്ലോ വിളിക്കുന്നത്. ഇത് എവിടെ നിന്നാ വിളിക്കുന്നത്? ഫോൺ വിളിച്ച് പരസ്പരം കളിക്കുകയാണോ? അച്ഛൻ എന്താ അച്ഛൻ ഫോൺ എടുക്കാത്തത്? ഈശ്വര, ആരോ ഫോൺ എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ എത്ര നേരമായിട്ട് അച്ഛനെ വിളിക്കുവാന്നറിയോ? അച്ഛൻ എപ്പോഴാ വരുന്നേ? എന്താ അച്ഛൻ മിണ്ടാത്തെ? എന്നാ ഇനി അച്ഛൻ വരുന്നേ? അച്ഛൻ വരുമ്പോ എനിക്കൊരു പാവ കൊണ്ടുവരണേ. സംസാരിക്കണ മിക്കി മൗസ്. ഇവിടെ പപ്പിയുടെ കയ്യിൽ സംസാരിക്കണ പാവയുണ്ട്. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തെ? അച്ഛന്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ഹലോ. അപ്പോ സത്യയുടെ അച്ഛനെന്നും പറഞ്ഞു വിളിക്കുന്നത് ഈ ഫോണിൽ നിന്നായിരുന്നോ? അച്ഛാ, ഹലോ. അപ്പൊ അതാരായിരിക്കും അച്ഛന്റെ ശബ്ദത്തില് സത്യയോട് സംസാരിച്ചത്? പപ്പിയായിരിക്കാൻ വഴിയില്ല. പിന്നെ ആര്? അയ്യോ, കട്ടാക്കിയല്ലോ. ഇനി ജോലി തിരക്കായിരിക്കോ? എന്താ പപ്പി? പപ്പി വന്നത് ഈ ഫോൺ എടുക്കാനാണോ? ഈ ഫോൺ മോളല്ലാതെ വേറെ ആരാ ഉപയോഗിക്കുന്നേ? മോളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? പപ്പി പറ, ഉപയോഗിക്കുന്നുണ്ടോന്ന്. ഇല്ല, ഞാൻ സത്യ പറയുന്ന. എങ്കി ഇപ്പൊ സത്യ വിളിച്ചിരുന്നു. അവള് സംസാരിച്ചത് ഇപ്പുറത്ത് അവളുടെ അച്ഛനാണെന്ന രീതിയിലാ. സത്യം പറ മോളെ, സത്യയുടെ അച്ഛന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നത് ആരാ? വിഷ്ണു അച്ഛനാണോ? അല്ല. പിന്നെ ആരാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.